ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 5ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ടിലെ 8ാമത്തെ ചാപ്റ്റർ ഉത്ലുബു മത്താബൻ. പശ്ചാത്താപം ചോദിക്കുക, അതായത് തൗബയെ കുറിച്ചിട്ടാണ്. തൗബയുടെ റുക്നുകളും തൗബയുടെ റുക്നുകൾ ഏതെല്ലാം എന്നതൊക്കെ കുറിച്ചിട്ടാണ് നമുക്ക് പാഠത്തിൽ പറയുന്നത്. ബൈത്താണത്. അപ്പം അതിൻ്റെ ബൈത്തിൻ്റെ അർത്ഥം വരുന്നത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നാലും അതിൻ്റെ മീനിങ് എഴുതിയതിൻ്റെ വീഡിയോ ഞാനിവിടെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താവുന്നതാണ്. തദ്രിബാത്തൊക്കെ ചെയ്ത വീഡിയോസിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താം. എന്താണ് ഇഖ്ലാസ്, എന്താണ് കനാവ്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടലാണ് കനാവ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. ഫർള് ഐനായ 3 കാര്യങ്ങൾ, സലാസത്ത് ഫർള് ഐനി. അപ്പോൾ അതൊക്കെ പാഠത്തിൽ മനസ്സിലാക്കുക, ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ 5ാം ക്ലാസ്സിൻ്റെ എല്ലാ വിഷയങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ലഭിക്കാത്തവർ എൻ്റെ മൊബൈൽ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. 82 89 89 29 85. റിവിഷൻ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറഞ്ഞ ഫീസിൽ റിവിഷനും ക്ലാസ്സുകളൊക്കെ പൊതുപരീക്ഷയിലേക്ക് നമുക്ക് ഒരുങ്ങാം. നിങ്ങൾക്ക് ഇതിലൊക്കെ ജോയിൻ ചെയ്യേണ്ടവരൊക്കെ എൻ്റെ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവരും ഉപകാരപ്പെടുത്തുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഈ ബൈത്തിൻ്റെ മീനിങ് അറബി മലയാളം പാഠഭാഗം വായിക്കുന്നത് പോലെ ഞാനൊന്ന് പറഞ്ഞു തരാം, നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ നന്നായി മനസ്സിലാക്കി പഠിക്കുക. വിട്ട ഭാഗം പൂരിപ്പിക്കാനൊക്കെ എക്സാമിന് വരാം ഈ ബൈത്ത്. അതുപോലെ അർത്ഥം എഴുതുക പറഞ്ഞിട്ട് 2 ലൈൻ തന്നിട്ട് അതിൻ്റെ അർത്ഥം എഴുതാനൊക്കെ വരാം, മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ 2 ലൈൻ പറയാം. എന്താ? ചെയ്ത പാപത്തിൽ ഖേദിക്കുന്നവനായി ദോഷങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിരമിക്കുക. ചെയ്ത പാപത്തിൽ നിന്ന് ഖേദിക്കുന്നവനായി ദോഷങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിരമിക്കുക. ഭാവിയിൽ പാപം ഉപേക്ഷിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുക. ഭാവിയിൽ ഇനി ദോഷം ചെയ്യുകയില്ല എന്ന് ദൃഢപ്രതിജ്ഞയും ചെയ്യുക. അടുത്ത 2 ലൈന്, ജനങ്ങളുമായുള്ള ബാധ്യതകളിൽ നിന്ന് ഒഴിവാക്കുക. ഈ നിബന്ധനകൾ നീ ശ്രദ്ധിക്കണം, പൂർണ്ണമായി പാലിക്കുകയും വേണം. ജനങ്ങളുമായിട്ടുള്ള ബാധ്യതകൾ, അവർക്ക് എന്തെങ്കിലും കൊടുക്കാനോ അവരുടെ ഹക്കിടപാടുകളൊക്കെ അവരുമായി എന്തെങ്കിലും പറഞ്ഞതൊക്കെ എന്ത് ചെയ്യണം? അവരുമായി പൊരുത്തപ്പെടിക്കണം. എന്നിട്ട് ഈ നിബന്ധനകൾ നീ ശ്രദ്ധിക്കണം, പൂർണ്ണമായി പാലിക്കുകയും വേണം. അപ്പോൾ ഇവിടെ തൗബയുടെ റുക്നുകൾ ഏതെല്ലാം എന്നുള്ളത് ചോദ്യം നമുക്ക് മനസ്സിലാക്കാം. തൗബയുടെ റുക്നുകൾ 4 എന്തൊക്കെയാണ്? ചെയ്ത പാപത്തിൽ നിന്ന് ഖേദിക്കുക, ദോഷങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിരമിക്കുക, ഭാവിയിൽ പാപം ഉപേക്ഷിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുക. അപ്പോൾ അവിടെ 3 പറഞ്ഞു. പിന്നെ ജനങ്ങളുമായുള്ള ബാധ്യതകളിൽ നിന്ന് ഒഴിവാക്കുക, അതായത് അവരുള്ള ബാധ്യതകളൊക്കെ നമ്മളിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കുക. അപ്പോൾ അതാണ് തൗബയുടെ റുക്നുകൾ, മനസ്സിലാക്കുക. 3ാമത്തെ ലൈന് എന്താണ്? ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നിവയിൽ നിന്ന് ശരീരം ആഗ്രഹിക്കുന്നതിനെയും ആർഭാടത്തെയും ഒഴിവാക്കുക. വഴി കുറഞ്ഞതുകൊണ്ട് നീ തൃപ്തിപ്പെടുക. അതായത് ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം ഇവ നമ്മുടെ ശരീരം ആഗ്രഹിക്കും. നല്ല വസ്ത്രം ധരിക്കണം, നല്ല വീട് വേണം, നല്ല ഭക്ഷണം കഴിക്കണം എന്നതൊക്കെ നമ്മൾ ആഗ്രഹിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആർഭാടത്തെ ഉപേക്ഷിക്കുക. നല്ലത് കുറഞ്ഞതുകൊണ്ട്, വഴി കുറഞ്ഞതുകൊണ്ട്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. അപ്പോൾ അത് മനസ്സിലാക്കുക കേട്ടോ. അടുത്തതാ, തീർച്ചയായും ഒരാൾ ആവശ്യമില്ലാത്തതിനെ തേടിയാൽ ആവശ്യമുള്ളത് അവനിൽ നിന്ന് വീഴ്ച കൂടാതെ നഷ്ടപ്പെടുന്നതാണ്. തീർച്ചയായും ഒരാൾ ആവശ്യമില്ലാത്തത് തേടിയാൽ ആവശ്യമുള്ളത് അവനിൽ നിന്ന് നഷ്ടപ്പെടുന്നതാണ്. അപ്പം അത് മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? ആരാധനയെ നന്നാക്കുന്ന ഇൽമും, അതായത് ഫിഖ്, വിശ്വാസം ശരിപ്പെടുത്തുന്ന ഇൽമ്, അതായത് അക്കീദ, ഹൃദയം സംരക്ഷിക്കുന്ന ഇൽമ്, അതായത് തസവുഫ് നീ അഭ്യസിക്കുക. ഫിഖും അക്കീദയും തസവുഫും നീ അഭ്യസിക്കുക.
ഇൽമ കൊണ്ട് ഹൃദയത്തെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും ശുദ്ധിയാക്കുക. ഇൽമ കൊണ്ട് ഹൃദയത്തിലെ എല്ലാ മാലിന്യങ്ങളെയും നീ ശുദ്ധിയാക്കുക. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞു ഫർള് ഐന്, ഫിഖ്, അക്കീദ, തസവുഫ് ഇത് അഭ്യസിക്കൽ ഫർള് ഐനാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. ഫിഖ്, അക്കീദ, തസവുഫ് ഇവ മൂന്നും പഠിക്കലും അതനുസരിച്ച് അമൽ ചെയ്യലും എല്ലാവർക്കും നിർബന്ധമാണ്. ഫർള് ഐൻ എന്നാൽ പരലോകത്ത് രക്ഷയും ഉയർച്ചയും കരസ്ഥമാക്കും. അതായത് ഫിഖ്, അക്കീദ, തസവുഫ് ഇവ മൂന്നും പഠിക്കലും അതനുസരിച്ച് അമൽ ചെയ്യലും എല്ലാവർക്കും നിർബന്ധമാണ്. അത് പരലോകത്ത് രക്ഷയും ഉയർച്ചയും കരസ്ഥമാക്കും. മനസ്സിലാക്കുക. ഫർള് ഐനായ 3 കാര്യങ്ങളാണ് കേട്ടോ അത്. അടുത്ത ലൈനിൻ്റെ എന്താണ്? നീ ഇഖ്ലാസ് ഉള്ളവനാവുക. ഇഖ്ലാസ് എന്നാൽ സംരക്ഷകനായ അള്ളാഹുവിനോടുള്ള സാമീപ്യമല്ലാതെ മറ്റൊന്നും ഇബാദത്ത് കൊണ്ട് ഉദ്ദേശിക്കാതിരിക്കലാണ്. ഇബാദത്ത് ചെയ്യൽ അള്ളാഹുവിനു വേണ്ടിയാണെന്നുള്ള ഉദ്ദേശം മാത്രമാണ് ഉണ്ടാവേണ്ടത്. അതിനാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. എന്താണ് ഇഖ്ലാസ്? സംരക്ഷകനായ അള്ളാഹുവിനോടുള്ള സാമീപ്യമല്ലാതെ മറ്റൊന്നും ഉദ്ദേശിക്കാതിരിക്കലാണ് ഇഖ്ലാസ്. അപ്പോൾ അത് മനസ്സിലാക്കുക. അടുത്ത ലൈൻ്റെത് ഇബാദത്ത് കൊണ്ട് അള്ളാഹുവിനോടുള്ള സാമീപ്യം ഉദ്ദേശിക്കലോടൊപ്പം ജനപ്രശംസ പോലുള്ള ഐഹിക നേട്ടങ്ങളിലേക്ക് ചേരലിനെ ഒരിക്കലും നീ ഉദ്ദേശിക്കരുത്. അതായത് ഇബാദത്ത് കൊണ്ട് അള്ളാഹുവിൻ്റെ സാമീപ്യം മാത്രമാണ് ഉദ്ദേശിക്കൽ, അല്ലാതെ ജനപ്രശംസ, അയാൾ നന്നായിട്ട് ഖുർആൻ ഓതും, അയാൾ നന്നായിട്ട് നിസ്കരിക്കും എന്നിങ്ങനെയുള്ള ജനപ്രശംസ ഒരിക്കലും ഉദ്ദേശിക്കരുത് എന്നാണ് നമുക്ക് ഈ ബൈത്തിലൂടെ മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ നന്നായി മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക, വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വോയിസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.